വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാദിയാസിയു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അവിയൽ റെസിപ്പിയാണ്. ഓണമൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഫസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് പാൻ്റെ പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ശേഷം നമ്മൾ അടുപ്പ് കൊണ്ട് വേണ്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന അരപ്പാണ്. ഈ അരപ്പിലേക്ക് നമ്മൾ 1/2 കപ്പ് തേങ്ങ, 2 മുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഇല്ലി വെളുത്തുള്ളി, ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ചപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇനി അതിലേക്ക് നമ്മൾ തൈര്, ഇതിപ്പോൾ 1/2 കപ്പ് തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളെ വെജിറ്റബിൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഇനി നമുക്കതൊന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അവിയൽ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിനി ചേർക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് തൂകി വയ്ക്കാനുണ്ട്. അതിന് നമ്മൾ ഒരു ചീനിച്ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കടുകൊക്കെ പൊട്ടിയതായി വരുമ്പോൾ നമ്മളിനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ അവിയൽ നമ്മൾ വറവിട്ടെടുക്കണം. എന്നിട്ട് അവിയലിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.